മെയ് മാസം 2025 15-ാം തീയതി വ്യാഴാഴ്ച അതിവിശിഷ്ടമായൊരു ദിവസമാണ്. നമ്മൾ വിഷ്ണു ഭക്തർക്ക് എത്രയോ അനുഗ്രഹീത ദിവസങ്ങളാണ് നമുക്ക് ഈ പുണ്യമാസത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. ഈ പവിത്രമായ വൈശാഖ മാസത്തിലെ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുന്ന നല്ലൊരു മാസം കൂടിയായിരുന്നു നമ്മുടെ വൈശാഖ മാസം. ഈ പവിത്രമായ വൈശാഖ മാസത്തിൽ ഏകദേശം പകുതി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ പുണ്യ ദിവസങ്ങളും നമ്മൾ അത്രയും ഭക്തിപൂർവ്വമാണ് ആചരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ നമ്മുടെ മേൽ ചൊരിയുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മെയ് മാസം 14-ാം തീയതി രാത്രി 1:30 മുതൽ മെയ് 15 രാവിലെ 10:30 വരെയുള്ള 9 മണിക്കൂർ സമയമാണ് ആ വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. വിഷ്ണുപതി അഥവാ വിഷ്ണുപതി പുണ്യകാലം, ഹരിപാദ പുണ്യകാലം, ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. വിഷ്ണുപതി എന്ന് 3 മാസത്തിലൊരിക്കലും വർഷത്തിൽ 4 തവണയും ആചരിക്കുന്നു. വിഷ്ണുപൂജ നടത്തുന്നതിന് ശുഭകരമായിട്ടൊരു കാലഘട്ടമായി വിഷ്ണുപതി പുണ്യകാലം കണക്കാക്കപ്പെടുന്നു. വർഷത്തിൽ 4 തവണയും 3 മാസത്തിലൊരിക്കൽ സൂര്യൻ വൃഷം, കുംഭം, വൃശ്ചികം, സിംഹം എന്നീ രാശികളിലേക്ക് സ്ഥിരസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും ഈ സമയം സംഭവിക്കുന്നു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ ശ്രീ ഹരി വിഷ്ണു പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന സമയമാണ് വിഷ്ണുപതി. ഈ ദിവസം വിഷ്ണുവിനും ഗരുഡനും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണുപതി പുണ്യകാലം ആഘോഷിക്കുന്ന ദിവസം രാവിലെ 1:30 മുതൽ 10:30 വരെയുള്ള 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുണ്യ സമയമാണ്. ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് ഭക്തർ സാധനങ്ങളും പ്രത്യേക പൂജകളൊക്കെ നടത്താം. പഴങ്ങൾ, പൂക്കൾ, തുളസി ഇലകൾ, ധൂപം, ധൂപവർഗ്ഗങ്ങൾ എന്നിവയുടെ രൂപത്തിൽ ഭഗവാന് നിരവധി വഴിപാടുകൾ അർപ്പിച്ചാണ് പൂജ നടത്തുന്നത്. വിഷ്ണുപതി പുണ്യകാലം ആഘോഷിക്കുന്ന സമയത്ത് ഭക്തർ ശ്രീ ഹരിവിഷ്ണുവിന്റെ നാമങ്ങൾ ജപിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന കഥകൾ കേൾക്കുകയും ചെയ്യുക. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒരു അപൂർവ കാലഘട്ടമാണ് ഈ ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന പുണ്യ സമയമാണ് വിഷ്ണുപതി കാലം. വർഷത്തിൽ 4 തവണ മാത്രമേ ഈ അപൂർവ കാലം വരാറുള്ളൂ. അതായത് സൂര്യൻ ചില രാശികളിലേക്ക് സ്ഥിരസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ സമയം സംഭവിക്കുന്നത്. സൂര്യൻ ഇടവം, ചിങ്ങം, വൃശ്ചികം എന്നീ രാശികളിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് നമുക്ക് വർഷത്തിൽ ഈ 4 വിഷ്ണുപതി പുണ്യകാലം ലഭിക്കുന്നത്. മെയ് 14 രാത്രി 11:51 സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മെയ് 15 വ്യാഴാഴ്ചയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്നത്. അന്നേ ദിവസം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിരാവിലെ, അതായത് രാവിലെ 15-ാം തീയതി രാവിലെ വ്യാഴാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കുക, നിലവിളക്ക് കത്തിക്കുക, ഭഗവാന് നെയ്ദീപം സമർപ്പിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠം ഭഗവത് നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമങ്ങൾ എല്ലാം ചൊല്ലുക. ഭഗവാന്റെ പാദത്തിൽ 108 തുളസിയില ഓരോന്നായിട്ട് സമർപ്പിച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമേല ഭഗവാന് സമർപ്പിക്കുന്നതും ഏറെ ശ്രേഷ്ഠകരമാണ്. ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ അന്നേ ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുക. ഭഗവത് നാമങ്ങൾ ചൊല്ലി കുറച്ചു നേരം ക്ഷേത്രത്തിൽ ചെലവിടുന്നതും നല്ലതാണ്. ഭഗവാൻ മഹാവിഷ്ണുവൊപ്പം ഗരുഡന സ്വാമിയെയും പ്രാർത്ഥിക്കുക കേട്ടോ. ഗരുഡ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായ അത്രയും അനുഗ്രഹമാണ് നമ്മളിൽ കിട്ടുന്നത്. അത്രയേറെ പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ്. ഗരുഡ ഭഗവാനെ നിത്യവും ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഭയങ്ങൾ, സർപ്പഭയം, അതുപോലെ പേടി സ്വപ്നങ്ങൾ. ഇങ്ങനെ പേടി സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഭയങ്ങളും സർപ്പഭയങ്ങളും സർപ്പദോഷങ്ങളൊക്കെ ഉള്ളവർ നമുക്ക് ഈ ഗരുഡസ്വാമിയെ ഇന്നേ ദിവസം ഗരുഡസ്വാമിയെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമമാണ്. അത്തരക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന ഗരുഡ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതിനും അതിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നമ്മളിൽ വന്നു ചേരുന്നതിനുമുള്ള നല്ലൊരു ദിവസം കൂടിയാണ്. പ്രാധാന്യമുള്ളൊരു വ്യാഴാഴ്ചയായിട്ടാണ് ഈ വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച വരുന്നത് ഇരട്ടി ഫലം തന്നെയാണ് കേട്ടോ അന്നേ ദിവസം. അങ്ങനെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. കഴിയാത്തവർ നമ്മുടെ വീടുകളിൽ തന്നെ നാമജപം, പൂജ എന്നിവയൊക്കെ നടത്തുന്നതാണ്. അന്നേ ദിവസം നമ്മളെ ശുദ്ധമായിട്ടിരിക്കണം. അതായത് നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. വ്രതം നോക്കുന്നത് വളരെ ഐശ്വര്യമാണ്. പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെ ആവാം. അതെല്ലാം ഓരോരുത്തരുടെ ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു ഇത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. ഒരിക്കലും എടുക്കുന്നതാണ് ഏറ്റവും നല്ലതും. അന്നേ ദിവസം ദാനം ചെയ്യുന്നതും, അതായത് അർഹതപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദാനം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. വളരെ ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ വൈശാഖ മാസത്തിലെ അത്ര പുണ്യമായിട്ടുള്ള ഈ വിഷ്ണുപതി പുണ്യകാലത്ത് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഭഗവത് നാമങ്ങൾ ജപിക്കുക, ഭഗവാനോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വിഷ്ണുപതി പുണ്യകാലം ഈ ഒരു ദിവസം തന്നെ ആചരിക്കാൻ നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.